ചിട്ടയായ ക്ഷേത്രാചാരങ്ങൾ പാലിച്ചാൽ ഏതൊരു ക്ഷേത്രവും മഹാക്ഷേത്രമായി വളരും എന്നതിന് ഉദാഹരണമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. ഏവർക്കും ദേവിയുടെ കൃപയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്ഷേത്രാങ്കണത്തിലെത്തി ദീപാരാധന കാഴ്ചകൾ കണ്ടു മടങ്ങാം. ആറ്റുകാൽ ദേവി. ക്ലേശഭരിതമായ ജീവിതം മനംനൊന്ത് വിളിക്കുമ്പോൾ സമാശ്വാസത്തിൻ്റെ അനുഗ്രഹവർഷവുമായി ചാരത്തെത്തുന്ന സാക്ഷാൽ ജഗന്മയകാരിണി, ഭക്തരുടെ അമ്മ. കാലത്തിൻ്റെ തിരക്കുകളിലും വല്ലായ്മകളിലും കുടുങ്ങി ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ അഭയകേന്ദ്രമാവുകയാണ് ആറ്റുകാൽ ദേവീ സന്നിധി. ആശ്രയത്തിൻ്റെ മുലപ്പാൽ ചുരത്തി ഭക്തന് അനാദിയായ മാതൃസ്നേഹം പകരുകയാണ് ഇവിടം. തിരുവനന്തപുരം ജില്ലയിൽ തെക്കുകിഴക്കു ഭാഗത്ത് ആറ്റുകാൽ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആറ്റുകാലമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായ മുല്ലുവീട്ടിലെ കാരണവർ കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ട് തന്നെ നദി കടത്തുവാൻ ആവശ്യപ്പെട്ടു. കാരണവർ ബാലികയെ അക്കരെ കടത്തിയ ശേഷം എവിടെയാണ് പോകുന്നത് എന്നന്വേഷിച്ചു. കൊടുങ്ങല്ലൂരേക്കാണ് എന്ന് ബാലിക ഉത്തരം നൽകി. നേരം വൈകിയ നേരത്ത് യാത്ര ശുഭകരമല്ലാത്തതിനാൽ തൻ്റെ തറവാടായ മുല്ലുവീട്ടിൽ കൂടിക്കൊള്ളൂ എന്ന് കാരണവർ പറഞ്ഞു. കഴിയാനിടം തന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിലോ എന്ന് ചോദിച്ച ബാലികയോട് കുടില് കെട്ടി നിന്നെ കുടിയിരുത്തുമെന്ന് കാരണവർ ഒട്ടൊരു നർമ്മരസത്തിൽ ബാലികയോട് പറഞ്ഞു. വീട്ടിലെത്തിയ ബാലികയെ സൽക്കരിക്കുവാൻ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ബാലിക അപ്രത്യക്ഷയായി. അന്നു രാത്രി കാരണവർക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി. സാക്ഷാൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് തന്നെ അടുത്തുള്ള കാവിൽ 3 വരകൾ കാണുന്നയിടത്ത് കുടിയിരുത്തണം എന്നാവശ്യപ്പെട്ടു. പിറ്റേ ദിവസം കാവിലെത്തിയ കാരണവർ ശൂലം കൊണ്ടുണ്ടാക്കിയ 3 വരകൾ കാണുകയും ആ സ്ഥലത്ത് ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു. തിരുശംഖിന്നാദമേറ്റു തിരുനടയും തുറന്നപ്പോൾ തിരുശംഖിന്നാദമേറ്റു തിരുനടയും തുറന്നപ്പോൾ ദേവി മനംനൊന്ത് വിളിച്ചാൽ ദേവി വിളിപ്പുറത്തെത്തുന്നു എന്നത് ഭക്തജനങ്ങളുടെ അനുഭവമാകുന്നു. നിർമാല്യ ദർശനം കണ്ടു. ശ്രീകോവിലിനകത്ത് ദേവിയുടെ 2 വിഗ്രഹങ്ങളുണ്ട്. പുരാതനമായ മൂലവിഗ്രഹം രത്നങ്ങൾ പതിച്ച് സ്വർണ്ണയങ്കി കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മൂലവിഗ്രഹത്തിന് ചുവട്ടിൽ അഭിഷേക വിഗ്രഹവും ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം പകരുന്നു. വ്യത്യസ്തമായ പൂജകളാലും വഴിപാടുകളാലും ആറ്റുകാൽ ദേവീക്ഷേത്രം ഭക്തമനസ്സിൽ സാധനയുടെ പരമമായ തൊടുകുറി അണിയിക്കുന്നുണ്ട്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ദർശന സൗഭാഗ്യം തേടിയെത്തുന്ന ഏതൊരു ഭക്തന്റെയും മനവും മിഴിയും കുളിരണിയിക്കുന്ന കാഴ്ചയുടെ നിറപൊലിമ പകരുന്നവയാണ് ഇവിടെയുള്ള ശില്പങ്ങൾ. ദേവീദേവന്മാരുടെ ഐതിഹ്യ കഥകൾ ഇതൾ വിരിയുന്ന ഈ ശില്പങ്ങൾ നമ്മുടെ ആരാധനാ രീതികളിലെ വൈവിധ്യം ഓർമ്മിപ്പിക്കുന്നവയാണ്. ഒരു വേള തമിഴകത്തിൻ്റെയും മലയാളത്തിൻ്റെയും ശില്പചാതുരിയുടെ സമഞ്ജസ സമ്മേളനം കൂടിയാണ് ഈ ശില്പവിസ്മയം. രാമായണം, ദശാവതാരം, കണ്ണകി ചരിതം, ദേവി ഭാഗവതം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ ശില്പങ്ങളെല്ലാം. മാനസം തേടി ദേവി രൂപവും ചൂടി. മുഖമണ്ഡപത്തിന് മുകളിലെ വേതാളാരൂഢയായ ദേവി, രാജഗോപുരത്തിന്റെ അകത്തെ ചുമരുകളിൽ കാണുന്ന കാളി രൂപങ്ങൾ, ദക്ഷിണഗോപുരത്തിനകത്തെ വീരഭദ്ര രൂപങ്ങൾ തുടങ്ങിയ ശില്പങ്ങൾ ഓരോ ഭക്തനിലും ഭക്തിയുടെ നിറപൗർണമി വിടർത്താൻ പര്യാപ്തമാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന പ്രയോഗം ആറ്റുകാൽ ദേവീക്ഷേത്രത്തെ അന്വർത്ഥമാക്കുന്നതാണ് പൊങ്കാല മഹോത്സവം. ദ്രാവിഡ സംസ്കൃതിയുടെ തിരുശേഷിപ്പുകൾ പൊങ്കാല മഹോത്സവത്തിന്റെ ചടങ്ങുകളിൽ കാണാൻ കഴിയുന്നതാണ്. പൊങ്കാലയുടെ ഐതിഹ്യം മഹിഷാസുരവധവുമായി ബന്ധപ്പെട്ടതാണ്. മഹിഷാസുരവധത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയെ സ്ത്രീജനങ്ങൾ
പൊങ്കാല നൈവേദ്യം അർപ്പിച്ച് സ്വീകരിച്ചു എന്നാണ് സങ്കല്പം. പുത്തൻ കലം, പച്ചരി, ശർക്കര, നെയ്യ്, നാളികേരം എന്നിവ ഉപയോഗിച്ചാണ് പൊങ്കാല ഒരുക്കുന്നത്. പഞ്ചോപചാര പൂജയുടെ ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ പൊങ്കാല. പൊങ്കാല സമർപ്പണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി എന്നീ പഞ്ചഭൂത പ്രതീകം തന്നെയാകുന്നു. മണ്ണിനാൽ നിർമ്മിതമായ കലം പ്രപഞ്ചത്തിൻ്റെയും, അരി മനസ്സിൻ്റെയും, ശർക്കര പരമാനന്ദത്തിൻ്റെയും പ്രതീകമാണ്. മനസ്സാകുന്ന അരി ജലത്തിൽ തിളച്ച് ശരീരബോധം അഥവാ അഹംബോധമില്ലാതായി ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ വിലയം പ്രാപിച്ച് ആത്മബോധത്തിൻ്റെ പായസമായി മാറുന്നു. അഹംബോധം വെടിഞ്ഞ ശരീരം ദേവിക്ക് സമർപ്പിക്കുന്നു എന്നതാണ് ഇതിലൂടെ ഭക്തർ നടത്തുന്നത്. അവനവനെ ദേവീ സവിധത്തിൽ സമർപ്പിക്കുകയാണ് പൊങ്കാലയുടെ ആധ്യാത്മിക തത്വം. അമ്മയ്ക്ക് തിരുമുമ്പിലുള്ള മറ്റൊരു വഴിപാടാണ് നാരങ്ങ വിളക്കും നാരങ്ങ മാലയും. നാരങ്ങയിൽ തിരിയിട്ട് ദേവിയുടെ നടയിൽ കത്തിക്കുന്നത് സകലവിധ ഐശ്വര്യത്തിനും കാരണമാകുന്നു. കുഞ്ഞുങ്ങൾക്ക് ചോറൂണം ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ്. ദേവിയുടെ തിരുനടയിൽ നിന്ന് കുഞ്ഞുവായിൽ അന്നം പകരുന്നത് എത്രയും അഭിവൃദ്ധിജനകമാണ് എന്നാണ് വിശ്വാസം. ഫലപ്രാപ്തിക്കും അഭീഷ്ടസിദ്ധിക്കുമുള്ള മറ്റൊരു നേർച്ചയാണ് തുലാഭാരം. നേർച്ച വസ്തുക്കളാൽ പ്രതീകവൽക്കരിച്ച് അഭീഷ്ടസിദ്ധിക്ക് തന്നെ തന്നെ ദേവിക്ക് സമർപ്പിക്കുക എന്നതത്രേ ഈ ചടങ്ങിൻ്റെയും വിശ്വാസം. പൊങ്കാലയിലൂടെ ആത്മബലി നൽകിയും മന്ത്രജപങ്ങളാൽ അഭിഷേകം നടത്തിയും ആറ്റുകാലമ്മയുടെ അലൗകികമായ അനുഗ്രഹം തേടുകയാണ് ഭക്തർ. തൻ്റെ സമീപം എത്തുന്നവരെ ചാരത്തു ചേർത്തു നിർത്തി അമ്മയുടെ സാന്ത്വന സ്പർശം പോലെ തഴുകിത്തലോടുന്നു ആറ്റുകാലമ്പ. ഗുഞ്ചഹാരിണി സുശോഭിനി പല്ലവധാരി